ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന റവ കൊണ്ടൊരു സ്നാക്കാണ് റവ മുറുക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ റവ. ഇനി ഇത് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ റവ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുപാട് നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയോട് കൂടെ നമുക്കിത് പൊടിച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറുജീരകം ഇട്ട് കൊടുക്കുക, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ഉപ്പും മുളക് പൊടിയും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് അതെല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ആവണം. അപ്പം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിനാട്ടോ നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴച്ച് വെക്കുക. കാരണം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ ആ സമയത്ത് ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒന്ന് ഇങ്ങനെ ഒന്ന് തൂളിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നീളത്തിൽ മുറിക്കുക. പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കൂടെ ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മതി കേട്ടോ മുറിക്കുന്നത്. ഇനി ഞാനിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ എണ്ണ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഒരു ബബിൾ പോലെ നമുക്ക് കിട്ടും. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് കോരാം. അപ്പോൾ നമ്മുടെ റവ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞ് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സ്ക്രിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ല കറുമുറ എന്ന് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൂട്ടാനാണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.